നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. എന്തിനാണ് മറ്റുള്ളവരെ ദ്രോഹിച്ചിട്ട് നമ്മൾ ജീവിക്കുന്നില്ലേ? നമ്മുടെ കുടുംബം, നമ്മുടെ സന്തോഷം അതൊക്കെ നോക്കി ജീവിച്ചാൽ പോരെ. മറ്റുള്ളവർക്ക് നമ്മളൊരു ശല്യമാകേണ്ട കാര്യമുണ്ടോ? ഒരാളെന്നെ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ മറ്റേത് പ്രവൃത്തി കൊണ്ടോ വേദനിപ്പിച്ചിട്ട് നമുക്ക് എന്താണ് കിട്ടുന്നത്? അതിൽ നിന്ന് എന്താണ് നമുക്ക് അത്രയും വലിയൊരു സന്തോഷം കിട്ടുന്നുണ്ടോ? നാലാള് കൂടുന്നിടത്ത് പറയാൻ വാക്കുകളില്ലെങ്കിൽ അവനവൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് സന്തോഷിക്കുക, അവനവൻ്റെ കുടുംബം നോക്കി ജീവിക്കുക. അല്ലാണ്ട് മറ്റുള്ളവരെ കരിവാരി തേച്ചുകൊണ്ട് ജീവിച്ചുകൊണ്ട് എന്താണിതെന്നൊക്കെ കിട്ടുന്നത്? അത് കേൾക്കാനായിട്ട് കുറേ വിഡ്ഢികളും ഉണ്ടായിരിക്കും, അത് പ്രചരിപ്പിക്കാൻ പലരും ഉണ്ടായിരിക്കും. അങ്ങനെയാണോ നമ്മളൊരു മനുഷ്യന്മാർ ജീവിക്കേണ്ടത്? നമ്മളൊരാളുടെ കുറ്റവും കുറവും പറയുകയാണെങ്കിൽ അതിന് മാത്രം നമുക്ക് യോഗ്യതയുണ്ടോ എന്ന് ആദ്യം തെളിയിച്ചിരിക്കണം. നമുക്ക് എന്ത് യോഗ്യതയാണ് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുറ്റം കുറവുകളും പറയാനോ? ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ വ്യക്തിത്വമുണ്ട്. ആ വ്യക്തിത്വത്തിനനുസരിച്ചിട്ട് തന്നെ ജീവിക്കാൻ കഴിയുകയുള്ളൂ. അതിന് വെറുതെ ഓരോ നുണകൾ പറഞ്ഞ് മറ്റുള്ളവരെ പലതരത്തിലും വേദനിപ്പിച്ചുകൊണ്ട് ജീവിക്കുന്നവർക്കൊക്കെ എന്ത് കിട്ടാനാണ്? കർമ്മ ഈസ് എ ബൂമറാങ് എന്ന് പറയുന്നത് വളരെ ശരി തന്നെയാണ്. അത് ആരെന്ത് ചെയ്താലും അത് ബൂമറാങ് പോലെ തന്നെ തിരിച്ചടിക്കും എന്നുള്ളതിന് ഒരു മാറ്റവും ഉണ്ടാവില്ല. നമ്മളൊക്കെ അതിൽ വിശ്വസിച്ച് ജീവിക്കുന്നവരാണ്. നമ്മൾ ഒരാളെയും ദ്രോഹിക്കാൻ പോവാണ്ട് നമ്മുടെ സന്തോഷത്തിന് വേണ്ടി ജീവിക്കുക, അല്ലാണ്ട് മറ്റുള്ളവരെ ദ്രോഹിച്ചുകൊണ്ട് സന്തോഷം കണ്ടെത്തുക അല്ലെങ്കിൽ നാലാളുടെ മുന്നിൽ മെയിനാവാൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞുണ്ടാക്കിയിട്ട് അങ്ങോട്ട് പ്രചരിപ്പിച്ചിട്ട് നടക്കുക, ഇതൊന്നുമല്ല മനുഷ്യന് വേണ്ടത്. മനുഷ്യന് വേണ്ട നല്ല ഗുണങ്ങൾ ആണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്, അല്ലാതെ മറ്റുള്ളവരെ ദ്രോഹിച്ച് കിട്ടുന്ന സന്തോഷത്തിനൊന്നും അധിക കാലം നിലനിൽപ്പുണ്ടായിരിക്കില്ല. നമ്മളെ കുറിച്ച് പറയുന്നവർക്ക് അറിയില്ലല്ലോ അത് മറ്റൊരാൾ, നമ്മുടെ പ്രിയപ്പെട്ട ഒരാളാണ് കേൾക്കുന്നതെങ്കിൽ അത് നമ്മുടെ കാതുകളിലേക്ക് എത്തിക്കാൻ കഴിയുന്നുള്ളത്. അത്രയും വിഡ്ഢികളായവരാണ് ഇത്തരം കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയുള്ളൂ. ഈ മൂഢന്മാർക്കൊന്നും അന്തോ ഇല്ല കുന്തോ ഇല്ല എന്ന് പറയുന്നത് വളരെ ശരി തന്നെയാണ്. ഇത്രയും വലിയ കൂപമണ്ഡൂകങ്ങൾ ഈ ലോകത്തിന് തന്നെ നാശം വിതയ്ക്കുന്നവരാണെന്നുള്ളത് ശരി തന്നെയാണ്.